ഒരു കുടുംബത്തിൽ ഭാര്യാധർമ്മം എന്നൊന്നുണ്ട്. അതായത് വിവാഹിതയായ ഒരു സ്ത്രീ, അതായത് ഭർതൃമതിയായ ഒരു സ്ത്രീ തൻ്റെ കുടുംബത്തിൽ അനുഷ്ഠിക്കേണ്ട കർത്തവ്യകർമ്മം വിവാഹ സമയത്ത് തന്നെ ഭർത്താവ് താലി ചാർത്തുന്നതിന് മുൻപ് സ്വയംവര സങ്കല്പത്തിൽ ഈ സ്ത്രീ ഈ ഭർത്താവിൻ്റെ കഴുത്തിൽ, അതായത് ഭർത്താവാകുന്നതിന് മുൻപ് ഈ പുരുഷൻ്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തുമ്പോൾ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. മംഗല്യമാല്യ അനേന മമ ജീവനഹേതുന കണ്ഠേ ബന്ധനാമി സുഭഗ ത്വം ജീവ ശരതാം ശതം എന്ന് പറഞ്ഞാൽ, ഞാനൊരു പുരുഷായുസ് മുഴുവൻ ജീവിക്കുമെങ്കിൽ അങ്ങയുടെ ധർമ്മപത്നിയായി ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചുകൊള്ളാമെന്ന് സ്വയം പ്രതിജ്ഞയെടുത്താണ് ഈ വർണ്ണമാല്യം ഈ സ്ത്രീ പുരുഷൻ്റെ കഴുത്തിൽ ചാർത്തുന്നത്. എങ്കിൽ മാത്രമേ പുരുഷൻ താലി എടുക്കാവൂ എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ തൻ്റെ ഭർത്താവിനെ ഈശ്വരതുല്യം കാണണം. അതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളെ അതുപോലെ വളർത്തിക്കൊണ്ടുവരാൻ കരുതണം. ഭർത്താവിൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ കരുതണം. അതുപോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളായി കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ, പരിചരിക്കുവാൻ ഒക്കെ ഈ ധർമ്മപത്നിക്ക് ബാധ്യതയുണ്ട്. ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരിലാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ആ സ്ത്രീയിലാണ്. ഉപാധികളില്ലാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അതൊന്നും പലരും കണക്കിൽ വയ്ക്കാറില്ല. എങ്കിലും ഇതാണ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനാധാരം എന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയണം.